പ്രവാസ ലോകത്തെ വാർത്തകൾ. ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് UAE-യിലെ വിമാനത്താവളങ്ങളിൽ തിരക്കേറും. സുപ്രധാന നിർദ്ദേശങ്ങൾ പുറത്തുവിട്ട് എമിറേറ്റ്സ് ഉൾപ്പെടെയുള്ള എയർലൈനുകൾ. ബലിപ്പെരുന്നാൾ അവധിയും സ്കൂൾ വേനലവധിയും ഒരുമിച്ചെത്തുന്നതോടെ UAE-യിലെ വിമാനത്താവളങ്ങളിൽ വൻ തിരക്ക് അനുഭവപ്പെടാൻ സാധ്യത. തിരക്കൊഴിവാക്കാനും സുരക്ഷിതമായി യാത്ര ചെയ്യാനും യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ നിശ്ചയിച്ച സമയത്തിലും നേരത്തെ എത്തണമെന്ന് ഓൺലൈൻ ഹോം ചെക്ക് ഇൻ സൗകര്യങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നും എമിറേറ്റ്, ഇത്തിഹാദ്, ഫ്ലൈ ദുബായ് എന്നീ വിമാന കമ്പനികൾ നിർദ്ദേശിച്ചു. UAE-യിൽ സ്വകാര്യ മേഖലയ്ക്ക് മെയ് 26 ചൊവ്വാഴ്ച മുതൽ മെയ് 29 വെള്ളിയാഴ്ച വരെയും പൊതുമേഖലയ്ക്ക് മെയ് 25 തിങ്കളാഴ്ച മുതൽ മെയ് 29 വെള്ളിയാഴ്ച വരെയുമാണ് പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മേഖലയിലെ സംഘർഷ സാഹചര്യങ്ങൾക്ക് അയവ് വന്നതോടെ വിമാന സർവീസുകൾ പൂർണ്ണതോതിൽ പ്രവർത്തനം നടത്തുന്നുണ്ട്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നവർ വിമാനം പുറപ്പെടുന്നതിന് കുറഞ്ഞത് 3 മണിക്കൂർ മുമ്പെങ്കിലും എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം. വിമാനം പുറപ്പെടുന്നതിന് 60 മിനിറ്റ് മുമ്പെങ്കിലും ബോർഡിംഗ് ഗേറ്റിൽ എത്തിച്ചേരേണ്ടതാണ്. വിമാനത്താവളത്തിലേക്കുള്ള റോഡുകളിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ UAE നിവാസികൾ ദുബായ് മെട്രോയോ മറ്റു പൊതുഗതാഗത സംവിധാനങ്ങളോ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. UAE-യിൽ സൈബർ തട്ടിപ്പ് വ്യാപകം. പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. പ്രമുഖ കമ്പനികളുടെ വ്യാജ റിക്രൂട്ടർമാരാണെന്ന് പറഞ്ഞ വൻ കമ്പനികളിലെയും എയർലൈനുകളിലെയും ജീവനക്കാരുടെ വിവരങ്ങൾ ചോർത്താൻ അന്താരാഷ്ട്ര ഹാക്കർമാർ ശ്രമിക്കുന്നതായി സൈബർ സുരക്ഷാ ഗവേഷകർ മുന്നറിയിപ്പ് നൽകി. വ്യാജ ജോലി പരസ്യങ്ങളും ലിങ്കുകളും വഴി നിങ്ങളുടെ കമ്പ്യൂട്ടറുകളിലേക്കും മൊബൈലുകളിലേക്കും മാൽവെയറുകൾ പടർത്തുന്ന രീതി വ്യാപകമായുണ്ട്. UAE-യിലെ ഓരോ പ്രവാസിയും ഇക്കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. ഈ പുതിയ സൈബർ ആക്രമണത്തെക്കുറിച്ച് സൈബർ സുരക്ഷാ ഏജൻസിയായ പാലോ ആൾട്ടോ നെറ്റ്വർക്കിന്റെ യൂണിറ്റ് 42-വിലെ ഗവേഷകരാണ് പുറത്തുവിട്ടിരിക്കുന്നത്. നിലവിലെ യുദ്ധം കാരണം വിമാന കമ്പനികൾ, വ്യോമയാന മേഖല, എണ്ണവാതക കമ്പനികൾ എന്നിവയിൽ ജോലി ചെയ്യുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരെയും ഉയർന്ന ഉദ്യോഗസ്ഥരെയുമാണ് ഹാക്കർമാർ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അമേരിക്കയിലെയും ഇസ്രായേലിലെയും കമ്പനികൾക്കൊപ്പം UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ പ്രമുഖ ഓർഗനൈസേഷനുകളെയും ലക്ഷ്യമിട്ടാണ് ഈ ഹാക്കിംഗ് ഗ്രൂപ്പുകൾ നിലവിൽ പ്രവർത്തിക്കുന്നത്. സാധാരണക്കാരായ ഉദ്യോഗസ്ഥരെയും ഉദ്യോഗാർത്ഥികളെയും ചതിയിൽപ്പെടുത്താൻ പുതിയ സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിക്കുന്നത്. UAE-യിൽ പുതിയ കരിയർ അവസരങ്ങൾ തേടുന്ന ലക്ഷക്കണക്കിന് മലയാളി പ്രവാസികളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം വ്യാജ ജോലി തട്ടിപ്പുകളെക്കുറിച്ച് ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾ തിങ്കളാഴ്ച ആരംഭിക്കും. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർ മുഴുവനും മക്കയിലെത്തിയതായി അധികൃതർ അറിയിച്ചു. മക്കയിൽ ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് തിങ്കളാഴ്ച തുടക്കമാകും. ഇന്ത്യയിൽ നിന്നുള്ള മുഴുവൻ തീർത്ഥാടകരും ഇതിനകം മക്കയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള 160-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ദശലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഇപ്പോൾ മക്കയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. തീർത്ഥാടകരുടെ വൻ തിരക്ക് പരിഗണിച്ച് ഞായറാഴ്ച രാത്രിയോടെ തന്നെ ഹാജിമാരെ മിനായിലേക്ക് മാറ്റിത്തുടങ്ങും. ഹജ്ജ് സർവീസ് കമ്പനികൾ ഒരുക്കുന്ന പ്രത്യേക ബസ്സുകളിലാണ് തീർത്ഥാടകരെ മിനായിൽ എത്തിക്കുക. തിങ്കളാഴ്ച ഉച്ചയോടെ മുഴുവൻ ഹാജിമാരും മിനായിൽ പ്രവേശിക്കും. തിങ്കളാഴ്ച ഇഷാ നമസ്കാരത്തിന് ശേഷം തീർത്ഥാടകരെ ഹജ്ജിന്റെ ഏറ്റവും പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിനായി കൊണ്ടുപോയി തുടങ്ങും. ചൊവ്വാഴ്ചയാണ് പുണ്യകരമായ അറഫ ദിനം. ഇത്തവണ പുണ്യനഗരങ്ങളിൽ കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ അന്തരീക്ഷ താപനില 44 ഡിഗ്രി മുതൽ 47 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഈ സാഹചര്യത്തിൽ ഹാജിമാർ കടുത്ത ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.